ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം പ്രതികരണങ്ങളിലേക്ക്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെട്ടിരുന്ന കേരളം ഈ 2025 എത്തുമ്പോൾ ചെകുത്താന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്കാണ് രാജ്യം. മറ്റൊരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധത്തിൽ പുതിയ തരത്തിലുള്ള രാസലഹരികളും MDMA ഉപയോഗം കൊച്ചുകുട്ടികളിലേക്ക് വരെ എത്തും. വലിയ ഒരു ലഹരി മാഫിയ ഇന്ന് കേരളത്തെ സമസ്ത മേഖലയും ആർന്നു തിന്നുന്ന തരത്തിൽ വളർന്നു. ആരെയും കുറ്റപ്പെടുത്താതെ തന്നെ പറയട്ടെ, കാലാകാലങ്ങളിലും നിയന്ത്രിക്കേണ്ടവരെ നിയന്ത്രിക്കുവാനും ജയിലറകളിലാക്കേണ്ടവരെ ജയിലിലാക്കുവാനും നിയമപാലകർക്ക് കഴിയാതെ പോയതിന്റെ ദുരന്തമാണെന്ന് കോളേജ് ഹോസ്റ്റലുകളിലും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലാണ്. കൊച്ചുകുട്ടികൾ ഉപയോഗിച്ചു തന്നെ ഇന്ന് ലഹരി കടത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. കുട്ടികൾ ഉപയോഗിച്ചു. അതിനേക്കാൾ അപ്പുറമാണ് കൊച്ചുകുട്ടികൾക്കറിയാതെ അവരുടെ ചെറിയ ചോക്ലേറ്റുകൾ നൽകിയിട്ടുണ്ട്. ആദ്യം നല്ല ചോക്ലേറ്റ് നൽകുന്നു, പിന്നീട് ലഹരിയുള്ള ചോക്ലേറ്റുകൾ കൊടുത്തുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളടിപ്പിക്കുന്നു. രാസലഹരിക്ക് അടിപ്പെട്ടവര് പിന്നീട് കാട്ടിക്കൂട്ടുന്ന ഒന്നാണ്. സ്വന്തം ഭവനത്തിൽ വരുമ്പോൾ സ്വന്തം പിതാവിനെ അറിയാതെ, മാതാവിനെ തിരിച്ചറിയാതെ, മക്കളെ തിരിച്ചറിയാതെ, സഹോദരങ്ങളെ തിരിച്ചറിയാതെയുള്ള പ്രവർത്തികളിലേക്ക് വന്നു. അതിനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഒരു മകൻ തന്റെ കുടുംബത്തുള്ള എല്ലാവരെയും കൊന്നിടക്കുന്നു. അതുപോലെ തന്നെ സഹോദരൻ സഹോദരിയെ ദുർവിനിയോഗം ചെയ്യും. അങ്ങനെ എത്ര കഥകൾ നമ്മൾ ദൂരെ സ്ഥലത്ത് മലപ്പുറത്തിന്റെ കൊടുങ്ങല്ലൂരിൽ ഇന്ന് എല്ലാ നാടുകളിലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ കൊച്ചി ഗ്രാമത്തിൽ വരെ അതിന്റെ ധാരാളവസ്ത്രങ്ങൾ നിറങ്ങി എന്നുള്ളതിന്റെ തെളിവ് പലതും മൂടിവെക്കപ്പെടുകയാണ്. ലഹരിക്കെതിരെയുള്ള വലിയ ഒരു പോരാട്ടത്തിലേക്ക് കേരളം മാറേണ്ടിയിരുന്നു. അതിനായിട്ട് ഉള്ള ഈ പുതിയ സമരം പ്രത്യേകിച്ച് എല്ലാ ദൃശ്യമാധ്യമങ്ങളും മീഡിയാസ് എല്ലാം ഒന്നിറങ്ങുകയും അതിനെല്ലാം ഉള്ള വലിയ പിന്തുണയും അതിനുള്ള ആ പോരാട്ടത്തിന് എല്ലാ ജനങ്ങളും അണിചേരണമെന്ന് വിനയപുരസ്വരം അഭ്യർത്ഥിക്കുന്നു. ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലഹരി. ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുന്ന ഈ അവസരത്തിൽ കൊച്ചി പോലെയുള്ള പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ശക്തമായ രീതിയിൽ കുടുംബങ്ങളിൽ നിന്നാണ് ആദ്യമേ അതിൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കേണ്ടത്. എല്ലാ കുടുംബങ്ങളിലും അവരുടെ വീട്ടിലെ ആളുകളെ അടക്കം നിരീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഈ പദ്ധതിയിൽ പങ്കാളിയാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.